ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും നമ്മുടെ ബോഗൻവില്ലയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരു ക്ലിയറൻസ് സെയിൽ അഗ്ലോണിമ ഇട്ടിരുന്നു. നല്ല രീതിയിലായിരുന്നു, നമുക്കത് ഓൾമോസ്റ്റ് കുറേയൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലിയറൻസ് സെയിൽ ബോഗൻവില്ല ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ലാസ്റ്റ് ഒരു കമൻറ്റ് കണ്ടേ, ഞാൻ വർണ്ണിച്ച് മടുത്തു, ഇനി എനിക്കൊന്നും ഇല്ല വർണ്ണിക്കാമെന്ന്. അത് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ സീസണൊക്കെ ഓൾമോസ്റ്റ് ഗുഡ് ബൈ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് വേനൽ മഴ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കേരളത്തിൽ മൊത്തം തന്നെ പെയ്യുന്നുണ്ട്. 2-3 ദിവസം കൂടി നിൽക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്ലാന്റ്സിനെ ഒന്ന് കെയർ ചെയ്യുക. വളരെ ചെറിയ പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളത് ആരുടെ കയ്യിൽ നിന്നായിക്കോട്ടെ, ഓൺലൈനോ അല്ലാണ്ടോ ഒക്കെ ഡയറക്റ്റ് പർച്ചേസോ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. കാരണം ഫസ്റ്റ് മഴ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ വേര് അധികം ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ലീഫ് നല്ല രീതിയിൽ പൊടിയാൻ സാധ്യതയുണ്ട്. പൂക്കളുടെ കാര്യം പിന്നെ പറയേണ്ടതായിട്ടില്ല, അത്രയും കാറ്റും മഴയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഡേയ്സൊക്കെ. അപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ളൊരു മഴയൊക്കെ ആകുമ്പോഴേക്കും ഇല പൊഴിയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഓവർ വെള്ളം വന്നിട്ടാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മഴ മാറുമ്പോഴേക്കും തിരിച്ച് ഏതായാലും മെയ് ജൂണൊക്കെ വരെ നല്ല രീതിയിൽ വെയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട, മഴ ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മളുടെ ഹോം ഡെലിവറി, നമുക്ക് പ്ലാന്റ്സിന് ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. DTDC കൊറിയർ ഉണ്ട്. സ്പീഡ് പോസ്റ്റോ പ്രൊഫഷണലോ എങ്ങനെ വേണോ പ്ലാന്റ്സ് എത്തിക്കാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മാർഗ്ഗങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ വലിയ പോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒരു 6-8 പോട്ടൊക്കെയാണ് ഹോം ഡെലിവറിയിൽ 600 രൂപയ്ക്ക് പറയണത്. ഇനി നമുക്ക് പോട്ടിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞ സൈസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 ഒക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഹോം ഡെലിവറി തന്നെ ഹൈവേന്ന് കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 300 രൂപയേ ഉള്ളൂ കേട്ടോ. പെറ്റ് സർവീസ് ആണെങ്കിൽ ഹൈവേന്ന് കളക്ട് ചെയ്യാനാണെങ്കിൽ മിനിമം ചാർജ് 300 ആണ്. അല്ലാത്തതിന് ഓരോ പോട്ടിനും 100 രൂപ വീതമാവും കേട്ടോ. അപ്പോൾ അതിന്ന് അവരങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ചാർജ് ആക്കിയേക്കണത്. മിനിമം ചാർജ് 300ഉം ഓരോ പോട്ടിനും 100ഉം ആയിട്ടാണ് പെറ്റ്സ് പറയണത്. പക്ഷേ ഹോം ഡെലിവറിക്കാർ ഹൈവേന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ളതിന് എല്ലാത്തിനും കേട്ടോ 300 മാത്രമേ ഉള്ളൂ. ആ ഒരു ബോക്സ് ഫുള്ള് എത്ര പ്ലാന്റ് ഉണ്ടോ, എത്ര ക്വാണ്ടിറ്റി പ്ലാന്റ് ഉണ്ടോ അതിന് മൊത്തത്തിൽ 300 ഉള്ളൂ. ഹോം ഡെലിവറി ആണെങ്കിലും എത്ര പ്ലാന്റ് ഉണ്ടോ, എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ ആ ഒരു ബോക്സിന് 600 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിനകത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോം ഡെലിവറി കുറച്ചുകൂടെയും എന്താ പറയുക കംഫർട്ടായിട്ട് എത്തിക്കാനായിട്ടുള്ള പല രീതിയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സീസണൊക്കെ ഇതായതുകൊണ്ട് പ്രാവർത്തികമാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം ഞാൻ അറിയിക്കാം. എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കാം കേട്ടോ. അതുപോലെ അത്യാവശ്യം എല്ലാ പ്ലാന്റ്സുകളും ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു 50 വെറൈറ്റി പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട്. മഹാറാണി, അഡർന ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം സ്റ്റോക്കിലുണ്ട്. ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ എന്താ പറയുക അന്വേഷിക്കുന്ന പ്ലാന്റ് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ ബോറാവുമല്ലോ. അതുകൊണ്ടാണ് വീഡിയോയിൽ കുറച്ച് ലിമിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ എനിക്ക് കൂടുതലും കോമ്പോസ് ആണ് എപ്പോഴും തന്നെ കസ്റ്റമേഴ്സ് എൻക്വയറി എപ്പോഴും പറയണത് കോമ്പോസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും കോംബോ ആണ് ഞാൻ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ സിംഗിളായിട്ടുള്ള പ്ലാന്റ്സുകൾ അത്യാവശ്യം സ്റ്റോക്ക് തന്നെ ഉണ്ട്. കാറ്റലോഗ് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് പ്രത്യേകം അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റും തന്നെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ടോപ്പ് റയർ, ഇപ്പോൾ ഭയങ്കര റയറായിട്ടുള്ള മോഡൽസിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൂ. ഇനി പ്ലാന്റ് വരാനായിട്ടുള്ളൊരു സാധ്യതകളൊന്നും ഇല്ല കേട്ടോ. എങ്കിലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഗ്രൂപ്പിലും ചാനലിലും നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്നും നമ്മളൊരു അടിപൊളി കോമ്പോസ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് കോമ്പോസിലെ ചില്ലി ഐസ്ക്രീമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളറായിട്ടുണ്ടായിരുന്നു. നമ്മൾ കോമ്പോയിലായപ്പോഴേക്ക് ഇത്രയും കളർ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കോമ്പോ എന്ന് പറഞ്ഞാൽ 1275 ആണ്. SS പർപ്പിളും അതുപോലെ തന്നെ സൂഫിയ ഇന്ത്യാനയുടെ മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയ പ്ലാന്റുമാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വന്നിട്ട് 8 ഇഞ്ച് പോട്ടാണ്. പോട്ട് സൈസ് വീണ്ടും കറക്റ്റ് അല്ല എങ്കിലും ഓൾമോസ്റ്റ് 8 ഇഞ്ച് പോട്ടാണ്. 1275 രൂപയാണ് രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള പ്രൈസ് വരുന്നത്. സൂഫിയയുടെ ഒരു സൈസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പ്രൊപ്പഗേഷൻ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഹോം നഴ്സറികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വെർത്തായിട്ടുള്ളൊരു പ്ലാന്റാണ്. അത്രയ്ക്ക് വലിയ സൂഫിയ ഇന്ത്യാനയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കോംബോയിലേക്ക് ഉൾപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേഷനൊക്കെ തയ്യാറാവുന്ന ആളുകൾക്ക് എന്താണെങ്കിലും ഇത് ഉപകാരപ്പെടും. കാരണം അത്രയ്ക്ക് വലിയ പ്ലാന്റാണ്. SS പർപ്പിളിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ആണ് കൂടുതലും യൂസ് ആവുന്നത്. ഹാങ്ങിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ് ഒന്നും അല്ല, നല്ല വലിയ പ്ലാന്റ് ആണ്.
പ്രൂൺ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പ്ലാന്റിനെ സോഫ്റ്റ് പ്രൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സൂഫിയയുടെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാട്ടോ കോംബോ സൈസ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് സൂഫിയയുടെ മദർ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കോംബോയിലേക്ക് കൊടുക്കുന്നത്. കോംബോ ആണെങ്കിലും ചെറിയ പ്ലാന്റുകളല്ല കൊടുക്കുന്നത്. SS പർപ്പിളിൻ്റെ ഈ ഒരു സൈസ് വരണ ഇത്രയും വലിയ ബുഷി വലിയ ഹാങ്ങിങ് പ്ലാന്റ്സിലേക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റും, അതുപോലെ തന്നെ സൂഫിയയുടെ ഇത്രയും വലിയ മദർ പ്ലാന്റ്സ് ടൈപ്പിനകത്തുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ കമ്പ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേഷന് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഹാർഡായിട്ടുള്ള നല്ല നീളമായിട്ടുള്ളൊരു പ്ലാന്റുകൾ തന്നെയാണ് സൂഫിയയ്ക്കും അതുപോലെ തന്നെ SS പർപ്പിളിനും ഉള്ളത് കേട്ടോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് കാണുക. DTDC കൊറിയർ ആണെങ്കിലും ഫുൾ പോട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇനി വെയർ പോട്ട് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സൈസിനകത്ത് നമ്മൾ വെയർ പോട്ടായിട്ട് നമ്മൾ ചെയ്യും. പെറ്റ് സർവീസിലെ വണ്ടിയാണെങ്കിലും അതുപോലെ ഹോം ഡെലിവറിയുടെ വണ്ടിയാണെങ്കിലും ഇത് സെയിം അങ്ങനെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടിങ് ഓക്കെയാണ് കേട്ടോ. അത്രയും വലിയ പ്ലാന്റ് ആണ്. നിങ്ങൾ കണ്ടോ എത്ര വലുതാണെന്ന് നോക്കിക്കേ. ഇത് കട്ട് ചെയ്ത് വെച്ച് മറ്റേ ചെറിയ ചെറിയ തൈകൾ ആക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല യൂസാണ്. അത്രയ്ക്ക് വലുതാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇത്രയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് കോംബോ 1275 ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ സൂഫിയയുടെ ഇത് ഒരു 2-3 എണ്ണോടെ ഉണ്ട്. 550 കേട്ടോ വില. ഈ ഒരു സൈസുള്ള പ്ലാന്റ് 550 രൂപ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്ലിയർ സെയിൽ പ്ലാന്റ് ആണ്, അധികം സ്റ്റോക്കില്ല, 550. ഓക്കെ, അടുത്തത് ഫ്ലെയിം റെഡിൻ്റെ ഇങ്ങനെ തന്നെ ബിഗ് കവറാണ് കേട്ടോ. ചെറിയ കവറുകളല്ല, വലിയ കവറാണ്. നല്ല വലിയ പോട്ടിനകത്തേക്ക് വെക്കാൻ പാകത്തിനുള്ള സെറ്റാക്കാൻ പാകത്തിനുള്ള കവറുകളാണ്. ആ ഫ്ലെയിമിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എത്ര പ്ലാന്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫ്ലെയിം, ഫയറോപാല, റൂബി എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഹൈലൈറ്റാണ്. കാരണം ഈ ഹൈബ്രിഡുകളിലെ ഏറ്റവും ടോപ്പ് ഫസ്റ്റ് വെറൈറ്റികളാണ് ഇവയൊക്കെ. ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞാൽ റെഡിലേക്ക് ഇതുണ്ടല്ലോ, ഇത്രയും വലിയ കവറാണ് കേട്ടോ. പോട്ടിനകത്തേക്ക് വെക്കാൻ പാകത്തിനുള്ളൊരു കവറാണ്. 400 കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഫ്ലെയിം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസാപ്പൂകളിലൊക്കെ ആയിരുന്നു ഇത്രയും ചുമന്ന കളർ കണ്ടുകൊണ്ടിരുന്നത്. ബൊഗൻവില്ല, കടലാസ് പൂവിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റെഡ് കണ്ടപ്പോഴേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൊഗൻവില്ലയുടെ ഒരു ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ചിട്ടുള്ളൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അവകാശപ്പെടാൻ പാകത്തിനുള്ളൊരു പ്ലാന്റാണ് ഫ്ലെയിം റെഡ്. അത്രയ്ക്ക് ഭംഗിയാണ് ഫ്ലെയിം റെഡ്. നമുക്ക് ചില്ലി ആണെങ്കിലും സെയിം തന്നെ നല്ല റെഡ് വരുന്നുണ്ട്. ഇത്രയും രണ്ടും റെഡാണെങ്കിലും എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള റെഡാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഈ ഫ്ലെയിമിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കൊരു എടുത്ത് പറയാൻ പാകത്തിനുള്ളൊരു ഭംഗി തന്നെയാണ്. പിന്നെ അതുപോലെ ഫ്ലെയിമിൻ്റെ ഈ പോട്ട് സൈസ് പ്ലാന്റ് വരണത് 500 കേട്ടോ. അപ്പോൾ കവറുണ്ട് 400, പോട്ട് സൈസ് വരണത് 500 ഉണ്ട്. പിന്നെ ശ്രദ്ധിച്ചോളുക, കവർ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുകയാണ്. കവർ ഒരു 3-4 കവർ മാത്രമേ ഉള്ളൂ. കവർ പറയുമ്പോഴേക്കും പിന്നെ റീസ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, തീർന്നതാണെന്ന് വിചാരിക്കണം കേട്ടോ. അതുപോലെ തന്നെ വലിയ മദർ പ്ലാന്റ് ആയിട്ടുള്ള സൈസിലുള്ള ഫ്ലെയിം റെഡിൻ്റെ വലിയ പോട്ടുകൾ സ്റ്റോക്ക് ഉണ്ട്. 650 to 900 ആണ്. അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടും മെച്യൂരിറ്റി അനുസരിച്ചിട്ടുമാണ്. ഓരോ പോട്ടിൽ വ്യത്യാസമുണ്ട് കേട്ടോ, പോട്ട് സൈസിൽ വ്യത്യാസമുണ്ട്. അതനുസരിച്ചിട്ടാണ് വില വരണത്. അപ്പോൾ നന്നായിട്ട് പൂത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മഴ കുറേ പൂക്കൾ എൻ്റെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും മഴയും വേണമല്ലോ, നമുക്ക് മഴ കൊള്ളാനും നമുക്ക് മഴ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെടികൾക്കും അതൊരു ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കണത്. പക്ഷേ ശക്തമായിട്ട് കാറ്റും ഇങ്ങനെ കുത്തി ഒലിക്കുന്ന സൈസ് വെള്ളം ഒക്കെ ചാടുമ്പോഴേക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ളൂ. ചെറിയ ചെറിയ മഴകളൊക്കെ നല്ലതാണ് ചെടികൾക്ക്. കാരണം നമ്മൾ നനയ്ക്കണേക്കാളും ഒരു ഭയങ്കര ബെറ്റർ തന്നെയാണ് മഴ കൊള്ളണത്. അപ്പോൾ പൂക്കൾ പോകുന്നുള്ളൊരു ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനർജി അല്ലെങ്കിൽ ഹെൽത്ത് തന്നെയാണ് ചെടികൾക്ക് കിട്ടണത് കേട്ടോ മഴയിൽ നിന്നും. അപ്പോൾ അത് ഇത്രയും വലിയ മദർ സൈസ് പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഫ്ലെയിമിൻ്റെ സൈസ് വളരെ വ്യക്തമായിട്ട് കണ്ടുകൊള്ളുക. നല്ല റെഡ്, നമുക്ക് ഫ്ലെയിം റെഡ് ഇല്ലാത്ത ബൊഗൻവില്ല ആളുകളില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. എങ്കിലും പറയാണ് കേട്ടോ, കാരണം അത്രയ്ക്ക് നല്ലൊരു കളറായതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയണതാണ് കേട്ടോ ഫ്ലെയിം റെഡ്. അപ്പോൾ കവറുണ്ട്, കവർ കുറച്ചേ ഉള്ളൂ. പോട്ടുണ്ട്, വലിയ പോട്ടുണ്ട്, നല്ല പല സൈസിലുള്ള ഫ്ലെയിം ഉണ്ട് കേട്ടോ. ഇത് കയാട്ട വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രസ പീച്ചാണ്. ആ രണ്ടും ഡിഫറെൻറ്റ്. ബ്രസ പീച്ചിൻ്റെ കളർ കണ്ടല്ലോ. രണ്ടിൻ്റെ ഡിഫറൻസ് കാണിക്കാനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞെങ്കിലും വീണ്ടും എൻക്വയറി ആണ്. ബ്രസ ഒറിജിനലാണോ, ബ്രസ ഇങ്ങനെ വരുന്നുണ്ടോ കളർ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കോളുക കേട്ടോ. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ഈ കൈ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കയാട്ട പ്ലാന്റും ഒരു ബേബി പിങ്ക് കളറാണ് കേട്ടോ. ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്നത് ബ്രസ പീച്ചുമാണ്. ബ്രസ പീച്ചിൻ്റെ പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ചെറിയ ബേബി പിങ്ക് കളർ തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ അതിനൊരു മെച്യൂരിറ്റി എത്തി നല്ലൊരു പൂവിൻ്റെ ഇതാക്കുമ്പം ഇങ്ങനെ പീച്ച് തന്നെ കളർ കയറി വരും. ദെൻ അത് കൊഴിയാറാവുന്ന സമയമാകുമ്പോഴേക്കും ഒരു ഓറഞ്ച് ഷെയ്ഡിനകത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആയി പോവുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് കേട്ടോ കളറ്. ഈ കറക്റ്റ്
കറക്റ്റ് ആക്ച്വൽ കളറാണ്. വെയിൽ കൊള്ളുന്ന സമയമാകുമ്പോഴേക്കും ഇത് ഇങ്ങനെ വരും കേട്ടോ. ഞാനിപ്പോൾ അത് വെയിലത്ത് വെച്ചല്ല ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ആ കളർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കോംബോ പ്ലാൻ കുറച്ച് കോംബോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 1850 ബ്രസയുടെ കൂടെ നമ്മൾ കോംബോ ആഡ് ചെയ്തിരിക്കുന്നത് ട്രൈ കളറും ആയിട്ടാണ്. ട്രൈ കളറിൻ്റെയും ബ്രസയുടെയും സൈസ് കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇത് ബ്രസ നോക്കിക്കോളൂ. കറക്റ്റ് നല്ല വെയിൽ, ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന ആ പ്ലാന്റുകളുടെ കളറുകൾ നല്ല ഒരു എന്താ പറയുക, പീച്ച് ഓറഞ്ച് ഷെയ്ഡും ഇതാണ് കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കളർ ചേഞ്ച് 2-3 കളേഴ്സായിട്ട് വരും. പിങ്കും വരുന്നുണ്ട്. പിങ്ക് സ്റ്റാർട്ടിങ് മാത്രമാണ് വരുന്നുള്ളൂ. ദെൻ പീച്ചും ഇതുണ്ട്. ഇത് രണ്ടും ബ്രസ് തന്നെയാണ്, പക്ഷേ ആ വെയിൽ കൊള്ളണതനുസരിച്ചിട്ടുള്ള കളർ ചേഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നല്ല ഹൈ ഡിമാൻഡും അതുപോലെ തന്നെ നല്ല വെറൈറ്റികളിൽ ഒന്നോ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ബ്രസ. ട്രൈ കളറിൻ്റെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അതായത് വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൊക്കമല്ല. ട്രൈ കളറും ഇതൊക്കെ നമുക്ക് കൂടുതലും ഹാങ്ങിങ് പ്രിഫറൻസ് കൊടുക്കുന്ന പ്ലാന്റുകളാണ്. അപ്പം ട്രൈ കളറിൻ്റെ ഈ ഒരു പോട്ടും ബ്രസയുടെ ഈ ഒരു സൈസുള്ള രണ്ട് നല്ല മെച്യൂർ ആയിട്ടുള്ള നല്ല വിലയിലാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം അറിയാം, കാരണം ഇതിപ്പോൾ ക്ലിയർ സെയിൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ കോംബോ ഉൾപ്പെടുത്തിക്കൊണ്ടും. കോംബോ എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് ലോ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ ഇത് കൊടുക്കുന്നത്. സൈസ് വളരെ വ്യക്തമായിട്ട് കാണുക. നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് ബ്രസ പീച്ചും അതുപോലെ ബ്ലൂ ഐസിൻ്റെ ട്രൈ കളർ വെരിഗേഷൻസ് വന്നിട്ടുള്ള പ്ലാന്റിൻ്റെയും കോംബോ സൈസ് കേട്ടോ. ഇതും സെയിം തന്നെ 8 ഇഞ്ച് പോട്ടാണ് വരണത്. 5 to 7 kg വെയിറ്റ് ആണ് വരണത്. DTDC കൊറിയർ, പ്രൊഫഷണൽ, സ്പീഡ് പോസ്റ്റ്, പെറ്റ് സർവീസ്, ഹോം ഡെലിവറി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് അയക്കാൻ പറ്റും കേട്ടോ. വിത്ത് പോട്ടാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി വിത്ത് പോട്ടല്ല വേറെ പോട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിലും അങ്ങനെ അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മെച്യൂറായ പ്ലാന്റുകളാണ്. അപ്പോൾ 1850 കോംബോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂഫിയ ഇന്ത്യാനയുടെയും ചോക്ലേറ്റിൻ്റെയാണ് കേട്ടോ. നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാൻ സൂഫിയ പറഞ്ഞതുപോലെ തന്നെ ബിഗ് മദർ പ്ലാന്റ്, ഏറ്റവും വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നമ്മൾ ഈ കുഞ്ഞ് കവറൊക്കെ വാങ്ങിക്കുന്നത് എപ്പോഴും തന്നെ നമ്മൾ ഫസ്റ്റ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കവറിന് പറഞ്ഞിരുന്നു, അത്രയ്ക്ക് ആഗ്രഹമുള്ളവർ, ഫിനാൻഷ്യൽ അത്രയ്ക്ക് ലെവൽ കുറവായിട്ടുള്ളവർ മാത്രം ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് കവർ വാങ്ങിക്കുക. കാരണം ഇത്രയും ഒരു പ്ലാന്റ് ഇങ്ങനെ ഇത്രയും രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിയാണ്. ഒരു പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ നോർമലി പ്ലാന്റ് നോക്കുന്നതിനേക്കാളും നഴ്സറി കണ്ടീഷനിൽ പ്ലാന്റ് വളരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു മാജിക് പോലെയാണ്. ഓരോ വീക്കൊക്കെ ഇടവിട്ട് നഴ്സറിയിലേക്ക് പോകുമ്പോഴേക്കും ഓരോ ആഴ്ചയുടെ ഡിഫറൻസിൽ ഭയങ്കര വ്യത്യാസം കാണാൻ പറ്റും വളർച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, വീട്ടിലിരിക്കുന്ന ഇത്രയും വളർന്നിട്ടില്ലല്ലോ എന്ന് പറയും. പക്ഷേ അങ്ങനെയാണ് നഴ്സറി കണ്ടീഷൻസിൽ പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പുതിയത് വന്നതാണ്, റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ചോക്ലേറ്റിൻ്റെ വലിയ പ്ലാന്റുകൾ കേട്ടോ. എനിക്ക് ചോക്ലേറ്റിൻ്റെ കളർ എനിക്ക് ആക്ച്വൽ അത്രയ്ക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം വെയിൽ കറക്റ്റ് വരുന്നതുകൊണ്ട് നല്ലൊരു കളർ ഞാൻ പല ഷെയ്ഡ് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കളർ ഞാൻ വീഡിയോയിൽ ഫോട്ടോയിലായിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. അത് സൂഫിയ പോലെ തന്നെ, ഇത് സൂഫിയാണ് കേട്ടോ. സൂഫിയയുടെ പോലെ തന്നെ അത്രയ്ക്ക് വലുത് മദർ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊപ്പഗേഷനായിട്ടുള്ള ആളുകൾക്ക് 100% വെർത്തായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചോക്ലേറ്റ്. ഇതൊരു കളർ കേട്ടോ. പല കളർ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ. ഡാർക്ക് കളേഴ്സായിട്ട് കയറി വരും. അപ്പോൾ സ്റ്റാർട്ടിങ് കളേഴ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നല്ല കട്ടിയായിട്ടുള്ള ഡാർക്ക് കളേഴ്സിനകത്തും ചോക്ലേറ്റ് കയറി വരുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റിന് തന്നെ 2-3 വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് സൈസ് നോക്കിക്കൊള്ളുക. കോംബോ സൈസും ഇത് തന്നെയാട്ടോ നമ്മൾ കോംബോയിലും ഉൾപ്പെടുത്തുന്നത്. അപ്പം ഞാൻ കോംബോയിലേക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ഇത് സൂഫിയ ഇന്ത്യാനയും ചോക്ലേറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂഫിയയുടെ അതേ സൈസ് തന്നെയുള്ള പ്ലാന്റാണ് കേട്ടോ കോംബോയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോംബോസ് ഇത്രയാണ്. നമ്മൾ 2-3 കോംബോ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കോംബോ വേണ്ട ആളുകൾ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയയ്ക്കുക, അതായിരിക്കും ബെറ്റർ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ കോംബോന്ന് മാത്രം ചോദിക്കുക കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ചില്ലീസിൻ്റെ കോംബോസൊക്കെ അവൈലബിൾ ആണ്. അത്രയ്ക്ക് വലിയ പ്ലാന്റുകളായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ വീഡിയോസ് ഒന്ന് നോക്കുക. അപ്പോൾ കോംബോസിൻ്റെ സൈസൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാവുന്നതാണ്. ആവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ സ്ക്രീൻഷോട്ട് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാറ്റലോഗ് വേണ്ട ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. കാറ്റലോഗ് എന്നുള്ളത് കാറ്റലോഗ് അയച്ചു തരാം. അപ്പോൾ അതിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു മെസ്സേജ് ഒന്നും വേണ്ട. നമ്മൾ ആ ലിങ്കിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് എൻട്രി കിട്ടും കേട്ടോ. ഇത് കുറച്ച് ക്ലിയറൻസ് സെയിലാണ്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ക്ലിയറൻസ് സെയിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. 100 രൂപയാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് വളരെ വ്യക്തമായിട്ട് കണ്ടുകൊള്ളുക. വെറൈറ്റി കറക്റ്റായിട്ട് അതിൻ്റെ ഐഡിയ എനിക്ക് അറിയത്തില്ല. കളറാണെങ്കിലും നല്ല ഇതൊരു
എൻ്റെ കളറിന് എനിക്ക് കറക്റ്റായിട്ട് പറയാനും അറിയത്തില്ല. നല്ല ഡാർക്കായിട്ടുള്ളൊരു പർപ്പിൾ വയലറ്റ് കളറൊക്കെയാണ് ഇതിനകത്ത് വരണത്. പ്ലാന്റിൻ്റെ സൈസ് നോക്കിക്കൊള്ളുക. 2, 4, 5, 6 6 5 പ്ലാന്റുകളാണ് കേട്ടോ ക്ലിയറൻസ് സെയിലിനകത്ത് ഉള്ളത്. ഈ ഒരു കളറുള്ളത്. ഇനി 1-2 കളേഴ്സോടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ്. ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ, നാടനല്ല, ഹൈബ്രിഡ് പ്ലാന്റ് തന്നെയാണ്, ലോക്കൽ വെറൈറ്റികളല്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നതാണ്. കാരണം നമ്മൾ ഹൈബ്രിഡ് എടുക്കുന്ന നഴ്സറിയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് കളറാണ് കേട്ടോ, 100 റുപ്പീസ്. ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ, 1-2 സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇത് തേർഡ് കളർ കേട്ടോ. അങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. ഡാർക്ക് വയലറ്റ്, ഒരു പർപ്പിള്, ഒരു ലൈറ്റ്, എല്ലാം വയലറ്റും ഇതൊക്കെ ആയിട്ട് മിക്സിങ് ആണ് കേട്ടോ. അപ്പോൾ 3 കളേഴ്സാണ്. അപ്പോൾ ഇതും മറ്റേതും തമ്മിലുള്ള ഒരു സാമ്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒരു 100 രൂപയുടെ കാണിച്ചിരുന്നു, അത് ടോട്ടലി വേറെയാണ്. ഇത് 100 രൂപയുടെ വേറൊരു പ്ലാന്റാണ്. കണ്ടോ വ്യത്യാസം കണ്ടോ? വയലറ്റും ഒരു പർപ്പിൾ കളറും, ലൈറ്റും ഡാർക്കും ആയിട്ടൊക്കെ ഉള്ളൊരു കളേഴ്സാണ് കേട്ടോ. അപ്പം ഏതാണോ കറക്റ്റ് സ്ക്രീൻഷോട്ട് ഇടണേ. അപ്പോൾ എന്നാലാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഡാർക്കാണോ ലൈറ്റാണോ എന്ന് പറയുക. ഞാൻ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ലൈറ്റാണ്, ഒരു പർപ്പിൾ കളറ്. ആദ്യം കാണിച്ചിരിക്കുന്നത് വയലറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 100 രൂപയേ ഉള്ളൂ. ക്ലിയറൻസ് സെയിലാണ്. വാങ്ങിയ വിലയേക്കാളും താഴ്ത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രാൻസ്പോർട്ടിംഗ് കൂടെ നോക്കുമ്പോഴേക്കും വാങ്ങിയ വിലയേക്കാളും താഴ്ത്തിയാണ് തരണത്. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തെ വീഡിയോ. കോംബോ സെയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, 3-4 കോംബോ ആഡ് ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് പ്ലാന്റ് വീഡിയോ കണ്ടതിന് ശേഷം കോംബോ എൻക്വയറി ചെയ്യുക. അതുപോലെ തന്നെ ക്ലിയറൻസ് സെയിൽ നമ്മൾ 3 വെറൈറ്റികൾ ക്ലിയറൻസ് സെയിലും ഈ ആഴ്ച ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം എൻക്വയറി സ്ക്രീൻഷോട്ട് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടിപൊളി ഒരു വീഡിയോ വീണ്ടും ഒരു കോംബോയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.